ഇടുക്കി ആദിവാസി മേഖലയായ പട്ടയക്കുടിയിൽ നിന്നും ജില്ലാ ആസ്ഥാന മേഖലയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എത്തുന്നതിന് KSRTC ബസ് അനുവദിക്കണമെന്ന ആവശ്യം. അവികസിത മേഖലയായ ഈ പ്രദേശത്ത് നിന്ന് പുറംലോകത്തേക്ക് എത്തുന്നതിന് സ്വകാര്യ വാഹനങ്ങളെയോ ടാക്സികളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ. ഇടുക്കി ജില്ലയിലെ കുടിയേറ്റം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധിവസിച്ചു പോന്ന പ്രദേശമാണ് പട്ടയക്കുടി. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന മേഖലകളിൽ ഒന്നാണ് പട്ടയക്കുടി. വണപ്രം, കഞ്ഞിക്കുഴി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മേഖലയിൽ നിന്നും ഇടുക്കി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് യാത്രാ സൗകര്യം ലഭ്യമല്ല. നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് KSRTCയുടെ സേവനം ലഭ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ പട്ടയക്കുടി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഏകദേശം 450ഓളം ആദിവാസി വിഭാഗ ജനങ്ങൾ താമസിക്കുന്ന ഏരിയയാണിത്. ഇവിടെ അല്ലാണ്ട് ജനറലായിട്ടുള്ള ആൾക്കാരും അത്ര തന്നെയുണ്ട്. ഈ പ്രദേശത്തുനിന്ന് ഒരു ആശുപത്രി ആയിട്ട് ബന്ധപ്പെട്ട് പോകണമെങ്കിൽ ഏകദേശം ഇവിടുന്ന് തൊഴിലുമായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥയാണുള്ളത്. എമർജൻസി ആയിട്ടുള്ള കേസുകളെല്ലാം മെഡിക്കൽ കോളേജുമായിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലേണ്ട അവസ്ഥയാണ്. അപ്പോൾ നേരെ മറിച്ച് ഇടുക്കി ഇത്ര കിലോമീറ്റർ അകലെയുള്ള ഇടുക്കി മെഡിക്കൽ കോളേജുമായിട്ട് ഇവിടുന്ന് ഒരു KSRT ബസ് അനുവദിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് ഭയങ്കര നേട്ടമായിരിക്കും. കളക്ടറേറ്റിലേക്കും പട്ടികജാതി പട്ടികവർഗ ഓഫീസുകളിലേക്കുമായി പ്രതിദിനം 100 കണക്കിന് ആദിവാസികൾ പട്ടയക്കുടി മേഖലയിൽ നിന്നും എത്താറുണ്ട്. ഇതിനു പുറമെ രോഗാവസ്ഥയിലുള്ള ആളുകൾ മെഡിക്കൽ കോളേജിലേക്കും എത്താറുണ്ട്. ഇവർക്ക് പ്രധാന റോഡിലെത്തി അവിടെ നിന്നും കഞ്ഞിക്കുഴിയിലെത്തിയ ശേഷം ചേലച്ചോട് വന്ന് ചെറുതോണിയിലെത്തി വീണ്ടും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ട സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിന് പരിഹാരമായി പട്ടയക്കുടി മെഡിക്കൽ കോളേജ് കുയിലിമല ബസ് സർവീസ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.